നമസ്കാരം. 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കഴിഞ്ഞ 60 ദിവസങ്ങളിൽ ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാവ് ആരാണ്? രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്യുന്ന പോൾ മന്ത്രയുടെ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച നേതാക്കളുടെ പട്ടികയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒന്നാം സ്ഥാനത്തെത്തിയതാണ് ഈ സർവേയിലെ ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തൽ. കഴിഞ്ഞ 60 ദിവസം ജനങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച നേതാവായി 21.4% വോട്ടുകളോടെ KC വേണുഗോപാൽ മാറി. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കേരളത്തിലെ സജീവ ഇടപെടലുകളും ഇതിന് കാരണമായതായും വിലയിരുത്തപ്പെടുന്നു. ഭരണപക്ഷത്തു നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 18.6% സ്വാധീനവുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. LDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ കേന്ദ്രീകരിച്ചാണെന്നും ഇത് വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 16.2% എന്ന പോൾ റേറ്റോടുകൂടി മൂന്നാം സ്ഥാനത്താണ്. ഇതിനു പുറമെ ശശി തരൂരുണ്ട്. അദ്ദേഹത്തിന് 12.5% പോളാണ് ലഭിക്കുന്നത്. ഷാഫി പറമ്പിൽ 10.1% എന്നിവരും ആദ്യ 5-ൽ ഇടം പിടിച്ച നേതാക്കളാണ്. ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സംവാദങ്ങളിൽ UDF വ്യക്തമായ മുൻതൂക്കം നേടുന്നു എന്നതാണ്. ആദ്യ 5 സ്വാധീന ശക്തികളിൽ 4 പേരും UDF നേതാക്കളാണെന്നതും ശ്രദ്ധേയമാണ്. ഇത് സൂചിപ്പിക്കുന്നത് പ്രതിപക്ഷം ഒരു കൂട്ടായ നേതൃത്വത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിൽ വിജയിക്കുന്നു എന്നാണ്. അതേസമയം LDFന്റെ സ്വാധീനം പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനിലും ചുരുക്കം ചില നേതാക്കളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നു. MV ഗോവിന്ദൻ 7.8%, P രാജീവ് 5.4%, KK ശൈലജ 4.5% എന്നിങ്ങനെയാണ് LDF നിരയിൽ തൊട്ടുപിന്നിലുള്ളത്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള UDF നിരയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പോൾ മന്ത്രിയുടെ സർവേ നൽകുന്ന സൂചന. വരും ദിവസങ്ങളിൽ സ്വാധീനം വോട്ടുകളായി മാറുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തെരഞ്ഞെടുപ്പ് സ്വാധീന പട്ടിക, നേതാവ്, മുന്നണി, സ്വാധീന ശതമാനം എന്നിങ്ങനെ പരിശോധിച്ചാൽ KC വേണുഗോപാൽ UDF 21.4%, പിണറായി വിജയൻ LDF 18.6%, VD സതീശൻ UDF 16.2%, ശശി തരൂർ 12.5%, ഷാഫി പറമ്പിൽ 10.1%, MV ഗോവിന്ദൻ 7.8%, P രാജീവ് LDF 5.4%, KK ശൈലജ 4.5%, മറ്റുള്ളവർ 3.5% എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ വന്നിരുന്നു. വൈകുന്നേരത്തോടുകൂടി കേരളത്തിൽ UDF തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. വിവിധ ഏജൻസികൾ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ UDFന് തന്നെയാണ് മുൻതൂക്കം. എന്തായാലും ആ കണക്കുകൾ ശരിയാണ് എങ്കിൽ വരുന്ന മാസം 4-ാം തീയതി കേരളത്തിൻ്റെ ചരിത്രത്തിൽ 10 വർഷത്തെ പിണറായി ഭരണത്തിന് ഒടുക്കം UDF അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനൊപ്പം തന്നെയാണ് ഏറ്റവും അധികം സ്വാധീനിച്ച നേതാക്കന്മാരുടെ പട്ടിക. ആദ്യ 5-ൽ 4 UDF നേതാക്കന്മാരാകുന്നത്. പിണറായി വിജയൻ മാത്രമാണ് വ്യത്യസ്തമായ LDF മുന്നണിയിൽ നിന്നും ഈ പട്ടികയിൽ ഇടം പിടിച്ചത്.